ട്രേഡിംഗ് ഇന്ത്യയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് വലിയൊരു നെഗറ്റീവ് ട്രെൻഡിലാണ്. ഡൗ ജോൺസ് 119 പോയിന്റും S&P 40 പോയിന്റും നസ്ഡാക്ക് 206 പോയിന്റും നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗൾഫ് നിഫ്റ്റി ഏകദേശം 52 പോയിന്റ് പോസിറ്റീവായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലി ക്യാൻഡിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു ഇൻട്രാഡേ ഫോളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ച. ഏകദേശം 500 പോയിന്റ് അടുപ്പിച്ച് ഇൻട്രാഡേ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 500 പോയിന്റോളം ഇടിഞ്ഞിട്ടുണ്ട് മാർക്കറ്റ്. വലിയൊരു ബെയറിഷ് ക്യാൻഡിലാണ് നമുക്ക് ഡേ ക്യാൻഡിലും വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ലെവലായിരുന്നു 23,218. മാർക്കറ്റ് അതിൻ്റെയും താഴെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അടുത്ത് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ലെവലെന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 22,933 ലെവലിലാണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വരുന്നത്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ അനുസരിച്ചൊരു ഗ്യാപ്പ് അപ്പാണ് വരുന്നത്. മാർക്കറ്റ് ചിലപ്പം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യത തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ മിക്കവാറും ഉണ്ടാകും. മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ഈ ഒരു ലെവല് നേരത്തെ സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഹൈ വന്നു. പിന്നെ വീണ്ടും നമുക്ക് താരിഫിൻ്റെ ഒരു പ്രഖ്യാപനം വരുന്ന സമയത്ത് ഇടിഞ്ഞതാണ്. മാർക്കറ്റ് അവിടെ നിന്നാണ് വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് വീണ്ടും ആ ഒരു സപ്പോർട്ട് ലെവലിലോട്ട് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ ഈ ഒരു 22,245 മെയിൻ സപ്പോർട്ടായിട്ട് വരുന്നത്. ഈ ഒരു ലെവല് ഇത് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ വലിയൊരു ഇപ്പം ഉള്ളത് തന്നെ ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 22,245. അത് കഴിഞ്ഞ വീക്ക്ലി അനാലിസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 23,000 വീണ്ടും 24,000 ഒക്കെ സ്ട്രോങ് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ 23,000 വീണ്ടും ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വന്നിരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ട് ETF ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർക്ക് ആവറേജ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ETF ഒക്കെ ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ETF ഈ ഒരു റേഞ്ചിലോട്ട് ഈ ആഴ്ചയിൽ മാർക്കറ്റ് 23-ന് താഴേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ചത്തെ ക്രൂഡ് ഏകദേശം 118 പോയിന്റ് 120-നൊക്കെ അടുപ്പിച്ച് പോയിട്ടാണ് ക്രൂഡ് താഴോട്ട് വന്നിട്ടുള്ളത്. ഗ്യാസിൻ്റെ ഒക്കെ വില ഇന്ത്യയിൽ ഏറ്റവും അതിരൂക്ഷമായിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് എണ്ണയുടെയും ഗ്യാസിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത്. ആ ഒരു ട്രെൻഡ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഈ ഒരു സപ്പോർട്ടിലോട്ട് ഈ ആഴ്ചയിൽ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സ് പോകണം. ഇപ്പോഴത്തെ വാറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾക്ക് ഒരു ശമനം വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആവറേജ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഓൾ ടൈം ഹൈക്ക് താഴെ മാർക്കറ്റ് ആവറേജ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു ലെവലെന്ന് പറയുന്നത്. 22,000-നും 23,000-നും ഇടയ്ക്കുള്ള ലെവല്. ETF സ്റ്റോക്കുകൾ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ആവറേജ് ചെയ്യാൻ പറ്റിയ സമയമാണ്. സ്റ്റോക്കുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സ്റ്റോക്ക് വിൽക്കണമോ. നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെൽ ഓൺ റൈസും ബൈ ഓൺ ഡിപ്പും ആണ്. അതായത് ഡിപ്പിൽ വെച്ച് ബൈ ചെയ്യുക, ടോപ്പിൽ വെച്ച് സെല്ല് ചെയ്യുക. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ ഡിപ്പിലോട്ട് വരുമ്പോൾ പലരും ചോദിക്കുകയാണ് സെല്ല് ചെയ്യാമോ. ഡിപ്പിൽ വെച്ചല്ല സെല്ല് ചെയ്യേണ്ടത്, ഡിപ്പിൽ വെച്ച് നമ്മൾ ബൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ ആരും ഈ സമയത്തൊന്നും വെറുതെ സെല്ല് ചെയ്ത് മണ്ടത്തരത്തിലോട്ട് പോകാതിരിക്കുക. അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നില്ല, ലോങ് ടൈമിനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഈ വരുന്ന ഈ ഒരാഴ്ചയിൽ മാർക്കറ്റ് ഈ ഒരു ഡിപ്പിലോട്ട് വരാൻ സാധ്യതയുണ്ട്. 22,000-ന് താഴെ 22,300-ന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
23,000 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ, 22,000-നും 23,000-നും ഇടയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആവറേജ് ചെയ്യാം. പുതിയതായിട്ട് സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നവർക്ക് ഈ ഒരു ഏരിയയിൽ വെച്ച് സ്റ്റോക്ക് ബൈ ചെയ്യാം. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതെങ്കിലും നമുക്ക് അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഇട്ടാൽ മതി ഏത് സ്റ്റോക്കാണെന്നുള്ളത്. അതിൻ്റെ കൃത്യമായിട്ട് നോക്കി ലോങ് ടൈമിനാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ നോക്കി അനലൈസ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം. ഏത് സ്റ്റോക്ക് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെവലാണ് 23,000-ന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 22,000 വരയ്ക്കും ഈ ഒരു ബോട്ടം വരയ്ക്കും. 22 നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചർ ഏകദേശം അതൊന്ന് ബലപ്പെട്ട് വരുന്നുണ്ട്. സ്ട്രെങ്ത് കൂട്ടിയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിവേഴ്സ് പോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് വെള്ളിയാഴ്ച ഏകദേശം FIS 10,717 കോടിക്ക് 10,717 കോടിക്ക് സ്റ്റോക്ക് FIS സെല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം DIs 9,977 കോടിക്ക് സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചത്തെ സെക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സെക്ടറും സ്ട്രോങ് സെല്ലിംഗ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് നിഫ്റ്റി ഓട്ടോയിലാണ്. നിഫ്റ്റി ഓട്ടോ ഏകദേശം 10% ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിലിയിൽ 9.62% കഴിഞ്ഞ ആഴ്ച സെല്ലിംഗ് പ്രഷറിൽ നിഫ്റ്റി ഓട്ടോ ഇടിഞ്ഞിട്ടുള്ളത്. നിഫ്റ്റി ഡിഫൻസ് ഏകദേശം 5.68% കഴിഞ്ഞ ആഴ്ചയിൽ ഇടിഞ്ഞു. നിഫ്റ്റി ഇൻഫ്ര 4.6% ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി 5.61%, നിഫ്റ്റി ബാങ്കിങ് സെക്ടർ ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി FMCG നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.39%, നിഫ്റ്റി FMCG ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി കൺസ്യൂമർ 3.93% ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി IT 3.17% ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോ പറഞ്ഞ നേരത്തെ 9.62%. നിഫ്റ്റി മെറ്റൽ 4.85% ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി ഫാർമ 1.81% ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി ഹെൽത്ത് കെയർ 2.25% ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1.53% ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി റിയാലിറ്റി 4.62% ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി മീഡിയ 3.75% ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി ടൂറിസം 4.41% ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സ്റ്റോക്കുകൾ നിഫ്റ്റി 50-ലെ സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറും പിന്നെ ഭാരതി എയർടെൽ ഒരു ഫ്ലാറ്റാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറും പിന്നെ വരുന്നത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റും, ഈ 2 സ്റ്റോക്കുകൾ മാത്രമാണ് 50 സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവായിട്ട് ക്ലോസിംഗ് വന്നിട്ടുള്ളത്. പിന്നെ നിഫ്റ്റി എയർടെൽ ഒന്ന് ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും നന്നായിട്ട് തന്നെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കുകളൊക്കെ ആവറേജ് ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പം ഏതെങ്കിലും സ്റ്റോക്കുകൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. നമുക്ക് വെള്ളിയാഴ്ചത്തെ ട്രേഡ് സെറ്റപ്പ്, നമ്മൾ വെള്ളിയാഴ്ച F&Oയിൽ 2 ട്രേഡ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആദ്യത്തെ വന്നിട്ട് സെല്ലിംഗ് ആയിരുന്നു. നിഫ്റ്റി ഫ്യൂച്ചർ ഈ ഒരു ലെവലിൽ വെച്ച് സെല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 23,800 നമ്മൾ സെല്ലിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് 23,480 സെല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 23,800 C 85 രൂപയ്ക്ക് നമ്മൾ ഹെഡ്ജിങ് ചെയ്തു. 100 പോയിന്റ് കൃത്യമായിട്ട് നമ്മൾ ഇവിടെ വെച്ച് ടാർഗറ്റ് ഏകദേശം 23,380 ടാർഗറ്റ് താഴെയായിരുന്നു. പക്ഷെ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഫുൾ ടാർഗറ്റ് വരെ ഇരിക്കില്ല, 100 പോയിന്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യും. കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ലെവൽ റെസ്പെക്ട് ചെയ്തിട്ടാണ് താഴോട്ട് വന്നത്. രണ്ടാമത്തെ ട്രേഡ് സെറ്റപ്പ് വന്നതെന്ന് പറയുന്നത് മാർക്കറ്റ് ഒരിക്കലും ഇവിടെ മാർക്കറ്റ് എത്തിയതിനു ശേഷം അല്ല നമ്മളിവിടെ വെച്ച് ബൈ ചെയ്യുമെന്ന് പറയുന്നത്. മാർക്കറ്റ് ഏകദേശം ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന സമയത്താണ് പറയുന്നത്. മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് 23,157 23,157 മാർക്കറ്റ് വന്നാൽ ബൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലെവലെടുക്കുന്നത്.
ടാർഗറ്റ് ഈ ഒരു ഏരിയ ആയിരുന്നു 23,319. നമുക്ക് 100 പോയിന്റ് ടാർഗറ്റ് വന്നു, ഇവിടെ വെച്ച് തന്നെ ബുക്ക് ചെയ്തു. പക്ഷേ നമ്മുടെ കൃത്യമായിട്ട് ടാർഗറ്റിൽ പോയിട്ടാണ് മാർക്കറ്റ് താഴെ വന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് എല്ലായിടത്തും പറയുന്നതാണ്, ഓപ്ഷൻസ് ചെയ്യരുത് ഫ്യൂച്ചേഴ്സിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ആർക്കും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഫ്യൂച്ചേഴ്സ് ചെയ്യുക. ഫ്യൂച്ചേഴ്സ് ചെയ്യാത്തതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു പ്രീമിയമാണ്. ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വേണം ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആരും ചെയ്യാത്തത്. പക്ഷേ ഇപ്പം കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, F&O കൃത്യമായിട്ട് പഠിക്കണം, ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ പഠിക്കണം, ഈ ലെവലുകൾ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഇതെല്ലാം നമ്മൾ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യും. കാരണം ഒരു നഷ്ടമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് F&O. സെബി പറയുന്നുണ്ട്, ഓപ്ഷൻസ് ചെയ്യുന്നവർ നഷ്ടത്തിലാണ് 94% പേരും, ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർ നഷ്ടത്തിലാണ്. പക്ഷേ നമ്മൾ F&O ലോസ് ഇല്ലാണ്ടാണ് നമ്മൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഗ്രൂപ്പിനകത്ത് എടുക്കുന്ന നമ്മുടെ ട്രേഡ് സെറ്റപ്പുകൾ ഗ്രൂപ്പിനകത്ത് ഇടുന്നത്. കഴിഞ്ഞ 2 മാസത്തെ ട്രേഡ് സെറ്റപ്പുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര എണ്ണം അത് ലോസിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു 1 പോലും ലോസിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ട്രേഡ് സെറ്റപ്പ്. ഈ ലെവലുകളെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പിവറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ലെവൽസ് എല്ലാം ഉണ്ട്. കണ്ടോ, ഇത് വരുന്നത് S3 ആണ്. ഈ ഒരു ലെവല്, അതായത് ടാർഗറ്റ് വെച്ചിരുന്ന ഏരിയ എന്ന് പറയുന്നത് S3 ആണ്. ബൈ ചെയ്ത ഏരിയ എന്ന് പറയുന്നത് S4 ആണ്. ഇനി അതിന് മുന്നേ നമ്മൾ സെല്ല് ചെയ്ത ഏരിയ എന്ന് പറയുന്നത്, അതായത് 23.40 വരുന്നത് S2 ആണ്, റെസിസ്റ്റൻസ് ആണ്. ഇത് ഒന്നും ഇതിൽ കറക്കി കുത്തോ അല്ലെങ്കിൽ റോക്കറ്റ് സയൻസോ വെച്ച് വരയ്ക്കുന്ന ലെവൽസ് അല്ല. S2ൽ നമ്മൾ സെല്ല് ചെയ്തു. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു വുഡിയുടേതാണ്. നോർമലിൻ്റെ S2ഉം S1ഉം ആണ്. നമ്മൾ രണ്ടും ഒരേ ലെവലാണ് S2ഉം S1ഉം വന്നത്. അതായത് ട്രഡീഷണലും വുഡിയിലും വന്നിട്ട് ഒരേ ലെവലിൽ തന്നെ 2 സപ്പോർട്ട് വന്നു. അതുകൊണ്ടാണ് നമ്മളവിടെ ടാർഗറ്റ് വെച്ചത്. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് ചാർട്ടിനകത്ത് ഉള്ള സാധനങ്ങളാണ്, കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്ന ലെവലിനും താഴെയാണ് മാർക്കറ്റ് പോയത്. ഓൾമോസ്റ്റ് എല്ലാ സപ്പോർട്ടുകളും ബ്രേക്ക് ചെയ്തു. ഏകദേശം ഈ ഒരു സപ്പോർട്ട് നമ്മൾ ലൈവ് മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ട് എടുത്തെങ്കിലും പിന്നെ ഈ ഒരു പഴയ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് താഴോട്ട് വീണു. നമുക്ക് തിങ്കളാഴ്ച വരുന്ന ലെവലെന്ന് പറയുന്നത് CPR വരുന്നത് 23,201 തൊട്ട് 23,302 വരെയാണ്. ഏകദേശം 100 പോയിൻ്റ് അടുപ്പിച്ച് CPR വരുന്നുണ്ട്. മിക്കവാറും ഒരു CPR അനുസരിച്ച് ഒരു സൈഡ് വൈസ് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ ന്യൂസ് ബേസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ സാധ്യതയുണ്ടെങ്കിലും കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു CPRനുള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. CPR അല്ലെങ്കിൽ 23,373, 23,394 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്താലും ആദ്യത്തെ 5 മിനിറ്റോ 15 മിനിറ്റിൻ്റെ ക്ലോസിംഗ് നോക്കുക. ട്രെൻഡ് നോക്കിയിട്ട് വേണം, മുകളിലോട്ടാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. 23,373, 23,394 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാർക്കറ്റ് മിക്കവാറും ഇവിടെ നിന്നല്ലെങ്കിൽ ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസിന് സാധ്യതയുണ്ട്. 23,201, 23,220 സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ഇതിന് മുകളിൽ ഓപ്പൺ വരികയാണെന്നുണ്ടെങ്കിൽ 23,373, 23,394 വരേക്കും പോകും. സപ്പോർട്ട് വരുന്നത് 23,012, 23,034 സപ്പോർട്ട് വരുന്ന ഫസ്റ്റ് സപ്പോർട്ട്. 22,891, 872 വരയ്ക്കും മാർക്കറ്റ് പോവാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് വീണ്ടും ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി നമ്മൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന പോലെ തന്നെ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ്. ഓരോ ഹൈയിൽ നിന്നും സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്കടുത്ത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റിയിലും CPR വരുന്നത് വൈഡ് CPR ആണ്. ഏകദേശം 53,903 മുതൽ 54,195 വരേക്കാണ് വരുന്ന. ഏകദേശം 300 പോയിൻ്റ് CPR ആണ്.
ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസ് വരുന്നത് 54,330 തൊട്ട് 54,426 വരെയാണ് ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസ് വരുന്നത്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 53,911 തൊട്ട് 53,832 വരെയൊക്കെയാണ്. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് മിക്കവാറും CPR-നുള്ളിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നോക്കുക. 5 മിനിറ്റിൻ്റെയോ 15 മിനിറ്റിൻ്റെയോ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് സ്ട്രോങ് ബൈയിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം മുകളിലോട്ട് ബൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സെൽ ഓൺ പ്രൈസ് സ്ട്രാറ്റജി തന്നെയാണ്. മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ 54,000 ലെവൽ, 54,300, 400 ലെവലിനുള്ളിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 53,387, 53,473 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത്. രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 52,943, 53,115. അതാണ് ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത്. മിക്കവാറും ഒരു ഹയർ ടൈം ഫ്രെയിം, ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ ഒരു ഹൈ കൊടുത്തിട്ട് ഒരു സെല്ലിങ്ങിലോട്ട് വരാനുള്ള സാധ്യത ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട്. നമുക്കടുത്ത് സെൻസെക്സ് നോക്കാം. വീടിൻ്റെ സൈഡിലൂടെ റോഡ് പോവാണ്, അപ്പം വണ്ടികൾ പോകുന്ന സൗണ്ടാണ്. നമ്മൾ UK ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സെൻസെക്സിലും നമുക്ക് വൈഡ് CPR ആണ് വരുന്നത്. 74,176 തൊട്ട് 75,012 വരെയൊക്കെയാണ് ഏകദേശം 300-320 പോയിൻറ്റിൻ്റെ CPR സെൻസെക്സിലും വരുന്നുണ്ട്. ഫസ്റ്റ് ഓപ്പണിംഗ് ഇതിനകത്ത് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് CPR-നുള്ളിൽ തന്നെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 75,180, 75,277 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയ സോണ് മൊത്തം 74,700 മുകളിൽ 75,100 താഴെ ഏകദേശം 1000 പോയിൻ്റാണ്. 1000 പോയിൻറ്റിനുള്ളിൽ ഫുള്ള് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും സെൻസെക്സിൽ. ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 74,153, 74,253 ആണ് ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 73,789 73,669 ആണ് രണ്ടാമത്തെ സപ്പോർട്ട്. ഏറ്റവും താഴെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട്, 73,153, 73,153, ആണ് ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.